നീ ഇവിടെ എന്തെടുക്കായിരുന്നടാ? ഞാനേ ചെറിയൊരു ക്ലീനിങ് ഉണ്ടായിരുന്നു. അപ്പൊ അതിന്റെ ഒരു ഇതില് ഇത്ര വെപ്രാളൊക്കെ ഇല്ല, അതെ ആകെ നിറച്ച് പൊടി പിടിച്ചിട്ടേ അതാണ്. ഇരിക്കട്ടാ. എന്താണ് പണിക്കൊന്നും പോയില്ലേ? ഇല്ല, ഇന്ന് പണിയൊന്നും ഉണ്ടായിരുന്നില്ല ഏട്ടാ. ഞാൻ പറഞ്ഞ എനിക്ക് ഭാര്യനെ കണ്ടിരുന്നു. കുട്ടികളെ സ്കൂളിൽ കൊണ്ടുപോകുന്നു. ആദ്യം തന്നെ സ്കൂളിലേക്ക് കൊണ്ടുപോയി കൊറേ പരാതിയും പറഞ്ഞ് കൊറേ കരയും ചെയ്തു. പാവം. എന്ത് പരാതി? നിന്റെ ഈ മടി പിടിച്ചുള്ള കാട്ടായോ, നേരം മോന്തിയായാല് മൂക്കറ്റം കുടിച്ചു വന്ന് വീട്ടിൽ കിടന്നുള്ള ബഹളവും. അങ്ങനെ 2 പിള്ളേര് വളർന്നവരല്ലേ. ഈ വാടക വീട്ടിലെ പൊറുതി മാറ്റിയിട്ട് സ്വന്തമായിട്ടൊന്നും നോക്കണ്ടേ? സ്വന്തമായിട്ടൊരു വീട് ഒക്കെ സ്വപ്നല്ലേ. പിന്നെ കടങ്ങളെല്ലാം കയറി വരില്ലടാ. ഇതൊക്കെ പറഞ്ഞാണ് അവള് കരഞ്ഞത്. അവള് പറഞ്ഞ മാതിരി ഒന്നല്ല ഏട്ടാ. ഈ കടങ്ങളൊക്കെ അവളെ ഉണ്ടാക്കിയിട്ടൊക്കെയാണ് ഈ കുടുംബശ്രീന്നൊക്കെ ലോൺ എടുത്തിട്ടേ. അത് പിന്നെ കുടുംബത്തെ കാര്യങ്ങൾ നടത്തണ്ടതാ. നീ നേരെ പണിക്ക് പോണിങ്ങ അത് വീടൂരില്ലേ? അപ്പൊ ആരെ മുമ്പിൽ കൈ നീട്ടേണ്ട കാര്യണ്ട. അതിന് പണിയില്ലാത്ത ഞാൻ എന്ത് തന്നെ ഏട്ടാ? ആഹാ, നല്ല ഉത്തരം. എടാ, ഒരു പണി അല്ലെങ്കിൽ വേറൊരു പണി. പണി വേണോ എന്ന് ആരും നമ്മുടെ പിറകെ വരില്ല. അങ്ങോട്ട് ചോദിച്ചു ചെല്ലണം. ഒന്നാമത് നിന്നെ പണിക്ക് വിളിക്കാത്തത് നിന്റെ കയ്യിലിരിപ്പോണ്ട് തന്നെ. എന്ത് കയ്യിലിരിപ്പന്റെ? നീ നേരാവണ്ണം സൈറ്റിലെത്തൂലെന്നും എത്തിയാൽ തന്നെ മൊബൈലും കളിച്ചിരിക്കുമെന്നും പിന്നെ നേരം പോകാൻ ഒരു കാട്ടിക്കൂട്ടലും. ഇതൊക്കെ കാശ് തരുന്ന ആൾക്കാർക്ക് ഇഷ്ടാവൂടാ. നമ്മളൊരു പണി ഏൽപ്പിക്കണ എന്തിന്? ആ ഭംഗിയായിട്ട് തീർത്തു കൊടുക്കാനല്ലേ നമ്മളെ പിള്ളേരെ ഏൽപ്പിക്കണത്. അത് കറക്റ്റായിട്ട് ചെയ്തില്ലെങ്കിൽ പിന്നെ ഒരു പണിക്ക് വിളിക്കുമോ? എന്ത് കോലുണ്ട്? നീ കുടുംബത്തിൽ ഇങ്ങനെ ചടഞ്ഞിരിക്കാതെ എൻ്റെ കൂടെ ഒന്ന് വന്നേ. വാ, നോക്കി പുറത്തിറങ്ങിയിട്ട് വരാം. 4 ആളെ കാണുമ്പോൾ തന്നെ നിന്റെ ഈ ടെൻഷനും മൂടൗട്ടൊക്കെ ഒന്ന് മാറും. വാ, നീ വന്നേ.